അർജന്റീനയും സ്വിറ്റ്സർലാൻഡും തമ്മിലെ വമ്പൻ പോരാട്ടം. ക്വാർട്ടർ ഫൈനൽ കടന്ന് ആര് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടും? യുറാദ്മോക്കിൻ്റെ സ്വിറ്റ്സർലാൻഡ് അർജന്റീനയെ തകർത്തെറിയുമോ? നിലവിൽ മിന്നും ഫോമിലാണ് സ്വിറ്റ്സർലാൻഡും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊപ്പം അർജന്റീനയെ പോലെ തന്നെ ഒരുപാട് നാളായി തന്ത്രശാലിയായ പരിശീലകനായ മൊക്കിൻ അവരുടെ കൂടെ തന്നെയുണ്ട്. വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് 16-ൽ വമ്പന്മാരായ കൊളംബിയയെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് സ്വിറ്റ്സർലാൻഡ് ഇവിടെ വരെ എത്തിയത്. നിലവിൽ ഈ വേൾഡ് കപ്പിൽ അവർ തോൽവി അറിഞ്ഞിട്ടേയില്ല. അർജന്റീനയെ പോലെ തന്നെ അവരും തോൽക്കാതെയാണ് ഇവിടെ വരെ കുതിച്ചെത്തിയത്. മറുഭാഗത്ത് സ്കലോണിയുടെ അർജന്റീനയാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഏറെ വീർത്തെങ്കിലും അർജന്റീന വമ്പൻ തിരിച്ചുവരവാണ് നടത്തിയത്. താങ്കൾ ഒരിക്കലും തോറ്റുകൊടുക്കില്ലെന്ന പ്രസ്താവനയോടെയായിരുന്നു ലിയണൽ മെസ്സിയുടെ മാജിക്കും തിരിച്ചുവരവും എല്ലാം നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇതാ മുന്നിൽ സ്വിറ്റ്സർലാൻഡാണ്. ഈ ഒരു മത്സരത്തിൽ ആര് വിജയിക്കാനാണ് കൂടുതൽ സാധ്യത? സ്വിറ്റ്സർലാൻഡിന്റെ പ്രധാന ആയുധം അവരുടെ ഡിഫൻസ് ആണ്. ഡിഫൻസും ഗോൾ കീപ്പറും മിന്നും ഫോമിലാണ്. ഇവിടെയായിരിക്കാം അർജന്റീനയ്ക്ക് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കാൻ പോകുന്നത്. അവർ ഈ വേൾഡ് കപ്പിൽ 5 മത്സരങ്ങളിൽ നിന്ന് വഴങ്ങിയത് വെറും 3 ഗോളുകൾ മാത്രമാണ്. മധ്യനിരയെ ഒത്തിണക്കിക്കൊണ്ടുള്ള സാക്കയുടെ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ്. ഇവരുടെ ഡിഫൻസിനെ എങ്ങനെയായിരിക്കും അർജന്റീന മറികടക്കുക എന്ന കാത്തിരിപ്പിലാണ് ലോകം. കാരണം കൊളംബിയയുടെ നിരന്തര ആക്രമണങ്ങൾക്കും സ്വിറ്റ്സർലാൻഡ് ഡിഫൻസ് മുട്ടുമടക്കിയിട്ടില്ല. പ്രതിരോധിച്ചു തന്നെ നിന്നു. മികച്ച കൗണ്ടർ അറ്റാക്കുകൾ കൊണ്ട് കൊളംബിയക്ക് മറുപടി നൽകുകയും ചെയ്തു. നിലവിൽ സ്വിറ്റ്സർലാൻഡ് ഫിഫ റാങ്കിങ്ങിൽ 14-ാം സ്ഥാനത്താണുള്ളത്. അവസാനം കളിച്ച 10 മത്സരങ്ങളിൽ സ്പെയിനിനോട് 1-0 തോൽവി മാത്രമാണ് അവർക്കുള്ളത്. ബാക്കിയുള്ള ഒരു മത്സരവും അവർ പരാജയം രചിച്ചിട്ടില്ല. അറ്റാക്കിംഗ് തേർഡിൽ നിലവിൽ അത്ര മികച്ച പെർഫോമൻസ് അല്ല സ്വിറ്റ്സർലാൻഡ് കാഴ്ചവെക്കുന്നത്. ഇതിനിടെയാണ് അവരുടെ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ കണ്ടെത്തിയ താരമായ മൻസാബിയുടെ പരിക്ക്. താരം അർജന്റീനയ്ക്കെതിരെ കളിക്കില്ല എന്നത് സ്വിറ്റ്സർലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഇനി വമ്പന്മാരായ അർജന്റീനയെ കുറിച്ച് നോക്കാം. ഈ മത്സരത്തിലെ ഫേവറേറ്റുകൾ അർജന്റീന തന്നെയാണ്. ഈ വേൾഡ് കപ്പിൽ ഒരു തോൽവി പോലും അറിഞ്ഞിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 2 മത്സരങ്ങൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രഷർ നിറഞ്ഞ മത്സരങ്ങളായിരുന്നു. കഴിഞ്ഞ മത്സരം തോൽവി ഉറപ്പിച്ച സമയത്ത് നിന്നാണ് അർജന്റീന തിരിച്ചു വന്നത്. തോൽക്കാൻ മനസ്സില്ലാത്ത ടീം എന്ന് കൂടി വേണമെങ്കിൽ അർജന്റീനയെ നമുക്ക് വിളിക്കാം. അർജന്റീന സ്വിറ്റ്സർലാൻഡിനെതിരെ മധ്യനിരയിൽ ബോൾ കൈവശം വെച്ചുകൊണ്ട് തന്നെയായിരിക്കും കളിക്കുക. ലിയണൽ മെസ്സിയുടെ അപാര ഫോം തന്നെയാണ് സ്വിറ്റ്സർലാൻഡിന് വെല്ലുവിളിയാവുക. ആവശ്യമുള്ളപ്പോഴെല്ലാം ലിയോ മെസ്സി ഗോൾ വല ചലിപ്പിക്കുന്നുണ്ട്. ഈ വേൾഡ് കപ്പിലെ എല്ലാ മത്സരത്തിലും മെസ്സി ഗോൾ നേടിയിട്ടുമുണ്ട്. ഇതിനെല്ലാം പുറമെ സ്വിറ്റ്സർലാൻഡിന്റെ മുന്നേറ്റ നിര അർജന്റീനയേക്കാൾ വീക്കാണ് എന്നുള്ളത് അർജന്റീനയ്ക്ക് എതിർ ബോക്സിൽ നിരന്തരം പ്രഷർ ചെലുത്താവുന്നതാണ്. പക്ഷേ സ്വിറ്റ്സർലാൻഡിന്റെ ഡിഫൻസ് അർജന്റീനയേക്കാൾ മികച്ചതാണ്. സാക്കയും അക്കാഞ്ചിയും എല്ലാം അണിനിരക്കുന്ന മധ്യനിര അർജന്റീനയ്ക്ക് മേൽ കോമ്പറ്റ് ചെയ്യുമോ എന്ന് കണ്ടു തന്നെ അറിയണം. അവസാന 10 മത്സരങ്ങളിൽ അർജന്റീനയും തോൽവി അറിഞ്ഞിട്ടേയില്ല. ഇനി ഇരു ടീമുകളുടെയും ഹെഡ് ടു ഹെഡ് നോക്കാം. ഇരു ടീമുകളും ഇതുവരെ കൊമ്പ് കോർത്തത് 7 മത്സരങ്ങളിലാണ്. ഇതിൽ 5 തവണയും ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണ് വിജയിച്ചത്. 2 തവണ മത്സരം സമനിലയിൽ കലാശിക്കുകയായിരുന്നു. വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടിയ 2 മത്സരങ്ങളിലും അർജന്റീനയായിരുന്നു വിജയിച്ചത്. 1966 വേൾഡ് കപ്പിൽ 2-0 വിജയം. 2014 വേൾഡ് കപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ അവസാന നിമിഷം എക്സ്ട്രാ ടൈമിന്റെ 118-ാം മിനിറ്റിൽ ഡിമേരിയ നേടിയ ഗോളിലൂടെ അർജന്റീന വീണ്ടും വിജയിച്ചു. മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡ് ചെയ്യാൻ സാധ്യത അവർ പ്രതിരോധത്തിൽ ഉറച്ചു നിൽക്കുകയും കൗണ്ടർ അറ്റാക്കുകളെ ആശ്രയിക്കുകയുമായിരിക്കും. അതേസമയം ലോക ചാമ്പ്യന്മാരായ അർജന്റീന മധ്യനിരയിൽ പന്ത് കൂടുതൽ നേരം കൈവശം വെച്ച് കിട്ടുന്ന അവസരങ്ങൾക്കായി കാത്തിരിക്കുകയായിരിക്കും. ആദ്യ ഗോൾ നേടുന്ന ടീമിന് വലിയ മുൻതൂക്കം ലഭിക്കും. അത് ആര് നേടിയാലും അവർക്ക് വലിയ മുൻതൂക്കമായിരിക്കും ലഭിക്കുക. എൻ്റെ പ്രവചനം അനുസരിച്ച് അർജന്റീന ഈ മത്സരത്തിൽ 2-1 സ്വിറ്റ്സർലാൻഡിനെ പരാജയപ്പെടുത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. മത്സരം 90 മിനിറ്റും കഴിഞ്ഞ് 120 മിനിറ്റിലേക്ക് നീളാനുള്ള സാധ്യതയുമുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയനിൽ ഈ ഒരു മത്സരത്തിൻ്റെ ഫലം എങ്ങനെയായിരിക്കും? തീർച്ചയായും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം.